അപ്പോൾ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ മീൻ കറി വയ്ക്കാം കേട്ടോ. മീൻ ലിനുവിൻ്റെ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ലിനു ആണ് കിളിമാനൂർ നമ്മൾ വന്ന സമയം തൊട്ട് തരുന്നത്. അപ്പോൾ ലിനു കൊണ്ടുവന്ന മീനാണ്, പാലാ മീനാണ് കേട്ടോ. നമുക്ക് ഇത്ര വലിയ മീനൊന്നും വേണ്ട, കാരണം എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനൊന്നും ആരും ഒരുപാടൊന്നും കഴിക്കില്ല. ഞാനും എൻ്റെ ചേച്ചി മാത്രമാണ് നന്നായി കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരെണ്ണമാണ് നമ്മൾ വാങ്ങിയത്. നല്ല വിലയ്ക്കൊക്കെ ആണ് അത് തന്നത് കേട്ടോ. ഒരെണ്ണം 200 രൂപയായിരുന്നേ. അത് അവൾ നന്നായിട്ട് വെട്ടി കഴുകിയെടുത്തു. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊരു കറി വയ്ക്കാം. വൈകുന്നേരം കിഴങ്ങും വെച്ച് പിന്നെ ഈ കറിയും വറ്റിച്ച് വെച്ച് നോമ്പൊക്കെ കഴിഞ്ഞും ഒക്കെ ഇരിക്കുമ്പോൾ കഴിക്കുന്ന രീതിയിലാക്കി വയ്ക്കാം. ചേച്ചിക്ക് ഉച്ചയ്ക്കൊരു സ്ഥലം വരെ പോകണം. അപ്പോൾ അവൾ ഉണ്ടാക്കി കഴിച്ചിട്ട് അവൾക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് അവൾ പെട്ടെന്ന് ഇങ്ങനെ മുറിച്ചെടുക്കും. നല്ല ദശകെട്ടിയുള്ള മീനാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി എന്നിവ നമ്മളിതേ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, പാത്രം വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കറി വയ്ക്കാനായിട്ടാണ്. പാലാ മീൻ എന്നൊക്കെ പറയുന്നതും എന്താണ് പണക്കാരുടെ വീട്ടിലെ മീനാണെന്നൊക്കെ പറയാം ഇല്ലേ. അങ്ങനെയൊക്കെയാണ്. നമ്മൾ കടുക് ഇട്ട് കൊടുത്തു, വെളിച്ചെണ്ണയിൽ കടുക് ഇട്ട് കൊടുത്ത്, കടുക് പൊട്ടയാണ്, വറ്റൽ മുളകും ഇട്ട് കൊടുത്തു. സാധാരണ എങ്ങനെയാണ് മീൻ കറി വയ്ക്കുന്നത് അങ്ങനെ. പക്ഷേ നമ്മൾ വാളംപുളിയാണ് ചേർത്തത്, വടക്കംപുളിയല്ല. അങ്ങനെ വ്യത്യാസമേ ഉള്ളൂ. അല്ലാതെ എങ്ങനെ ഒരു തീയൽ കറി എന്നൊക്കെ പറയൂലേ, അങ്ങനെ ഒരു തീയൽ കറിയാണ് വയ്ക്കുന്നത്. ഇഞ്ചി ചതച്ച് ഇഞ്ചി ഇട്ട് കൊടുത്ത്, ഇഞ്ചി ശകലം മൂത്തപ്പം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത്, വെളുത്തുള്ളി ചേർക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ കറിക്ക് ഇരിക്കും തോറും ഈ കറി വെച്ചിരുന്ന് കൂട്ടാൻ പറ്റുന്നൊരു കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഞാൻ അപ്പോഴും വോയിസ് കൊടുത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. 2-3 പച്ചമുളകും ഇട്ട് കൊടുത്തു. എന്നിട്ട് 2 തക്കാളിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അത്യാവശ്യം വലിയ മീനായിരുന്നു കേട്ടോ. പാലാ മീൻ നല്ലൊരു മീനായിരുന്നു. വില കൂടുതൽ കൊണ്ട് തന്നെ അങ്ങനെ എല്ലാവരും വാങ്ങിക്കത്തില്ല. നമ്മൾ എൻ്റെ വീട്ടിൽ വില കൂടിയ മീൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അച്ഛനുള്ള സമയത്തായിരുന്നു. വില കൂടി, അതും ചെങ്കലവ, വങ്കട, അല്ലെങ്കിൽ വേളാപ്പാര, ചൂര. ഇതാണ് എൻ്റെ അച്ഛൻ്റെ ഒരു സ്പെഷ്യൽ മീനുകൾ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഒരു പരന്ന മീനുണ്ടല്ലോ, അതൊക്കെയാണ് മേടിക്കുന്നത്. പിന്നെ ചാള എന്നും കാണും. ചാള ഇല്ലാതെ അച്ഛനൊരു കാര്യമില്ല. ചാള മേടിച്ച് പൊരിക്കണം. ഈ മീനുകളെ മേടിച്ചാലും ചാള മേടിക്കും. അപ്പോൾ എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് മൂത്ത് വന്നപ്പം മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി കൂട്ടി വെച്ചിരുന്നതല്ല ഇട്ട. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇന്നത്തെ ആ കൂട്ടി വെച്ചപ്പോൾ ഇടണ്ട, കാരണം മല്ലിപ്പൊടി കുറച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് മല്ലിപ്പൊടി കുറച്ചിട്ട്, മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. എരിവുള്ള മുളക്. ഞാൻ എന്തൊരു കണക്കെന്ന് ഞാൻ പറയുമെന്ന് വെച്ചപ്പോൾ അവൾ പറഞ്ഞ് അതാണ് കണക്ക്, ഞാൻ മറ്റേത് കണക്കിടാന്ന് പറഞ്ഞില്ലേ പെണ്ണേ എന്ന് പറഞ്ഞു. പക്ഷേ എരിവൊന്നും കൂടിയില്ല, കറക്റ്റായിരുന്നേ. മല്ലിപ്പൊടിയും കുറച്ചിട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തിട്ട് നമുക്കിങ്ങനെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇളക്കി യോജിപ്പിച്ചിട്ട് ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കാം. നല്ലൊരു ഒരു മണം വരുമ്പോഴും, നല്ലൊരു മണം വരുമ്പോഴത്തേക്ക് എന്ന സമയത്താണെങ്കിലാണ് പുളി ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് വടക്കംപുളി ഉണ്ടായിരുന്നേ അതാണ് നല്ലത്. പക്ഷേ വാളംപുളിയേ ഉള്ളൂ. വടക്കംപുളി തീർന്നിട്ട് കുറേ ദിവസമായി. കടകളിൽ പോണ സമയത്ത് ഞാൻ മറന്നു പോകും പറഞ്ഞയക്കാൻ, വാങ്ങിക്കാനായിട്ട്. ആ സമയം ഞാൻ ഓർക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ വടക്കംപുളിക്ക് പകരം വാളംപുളി ചേർക്കുന്നത്. ഇത്തിരി വലിയ ദശകട്ടിയുള്ള മീനൊക്കെ വയ്ക്കുമ്പോൾ വടക്കംപുളിയാണെങ്കിൽ കുറേ കൂടെ ടേസ്റ്റിയാണ്. ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചിലരും പച്ചവെള്ളം ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ട് നമുക്ക് നമ്മളെ ഒരു ഇഷ്ടമുണ്ടല്ലോ, ആ രീതിയിൽ ചൂടുവെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് കേട്ടോ. ചേച്ചിയും ഞാനും ചൂടുവെള്ളം മാത്രമേ ഒഴിക്കും. അമ്മച്ചി വയ്ക്കുമ്പോൾ ചൂടുവെള്ളമൊന്നുമല്ല, പച്ചവെള്ളം തന്നെ ഒഴിക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കറി വയ്ക്കുന്നത്. ഈ കറീനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് പുളിയുടെ ആവശ്യമുണ്ട്. നമ്മൾ പുളി ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പില ഉണങ്ങിപ്പോയി കേട്ടോ. കടയിൽ നല്ല ചൂടായതുകൊണ്ടാണ് അവിടെ ഇരുന്ന് ഉണങ്ങിപ്പോയി. കഴുകി അവൾ വെയിലത്ത് വെച്ചല്ലാതെ എടുക്കൂല. അങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട് കേട്ടോ. കറിവേപ്പില കഴുകി വെയിലത്ത് വയ്ക്കും. അങ്ങനെയാണ് നമ്മുടെ അച്ചാറിനൊക്കെ അങ്ങനെ തന്നെ ഉപയോഗിക്കണം. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാലും അവൾ കടയിൽ നിന്ന് വാങ്ങിയാലും അവൾ കഴുകി വെയിലത്ത് വയ്ക്കും. അങ്ങനെയാണ് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് കറി നന്നായിട്ട് നടത്തി വെച്ചപ്പോൾ തിളച്ചപ്പോഴത്തേക്ക് അതിലേക്ക് മീൻ പറക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് സത്യം പറയാമല്ലോ, 200 രൂപയെന്ന് പറഞ്ഞിട്ട് ഒട്ടും ഒരു വില കൂടുതലേ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ലിനു താങ്ക്സ് കേട്ടോ. ലിനുവിൻ്റെ നമ്മൾ ഇവിടെ നിന്ന് കടയിൽ പോകുമ്പോൾ ലിനുവിൻ്റെ മേടിക്കാൻ പറ്റില്ല. നമ്മൾ വരുന്ന ദിവസങ്ങളിൽ മാത്രമാണ് ലിനുവിൻ്റെ മേടിക്കാൻ പറ്റുന്നത്. അല്ലാതെ ലിനുവിൻ്റെ മേടിക്കാൻ പറ്റില്ല കേട്ടോ. തേങ്ങാപ്പാൽ, അരമുറി തേങ്ങയുടെ പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് വറ്റിച്ചെടുക്കുമ്പം നല്ല രസികൻ പാലാ മീൻ കറി റെഡി. ഇത് പല രീതിയിൽ വയ്ക്കുന്നവരുണ്ടാവാം. നിങ്ങളൊക്കെ അഭിപ്രായം പറയണേ. ഇത് വെച്ചിട്ടുള്ളവർ
ഒന്ന് അഭിപ്രായമൊക്കെ പറയണം. പിന്നെ പെട്ടെന്ന് കറിയൊക്കെ ഇതായി ചേച്ചിക്ക് പോകണമായിരുന്നു. അവളത് കറി ഒഴിച്ച് ഇങ്ങനെ കഴിക്കുന്നതാണ് ഞാൻ എടുത്തത് കേട്ടോ. അവൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു കറി ചോറിൽ കുളിക്കെ ഒഴിച്ച് കഴിക്കടിക്ക് തോന്നിയപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഇത്ര മതി, നല്ല മീൻ, നല്ല രുചി, നാവും കൂടെ ഇറങ്ങിപ്പോണ രുചി എന്നൊക്കെ പറഞ്ഞാൽ അവൾ കഴിച്ചു കേട്ടോ. നല്ലതായിരുന്നു. അപ്പോൾ ഇതാണ് പാലാമീൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ?